അപ്പോൾ ഇതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് രാവിലെ എണീറ്റ് വരുന്നതും കുക്ക് ചെയ്യാനൊക്കെ കയറുന്നത്. പക്ഷെ നമുക്ക് രാവിലത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ. എന്ന് നമുക്ക് ദോശ ആയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് പുട്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നനച്ചു വെക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ കിട്ടുന്ന അങ്ങനത്തെ പുട്ടുപൊടിയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ സെയിം അതേ അളവിൽ തന്നെയുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് അത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. കാര്യം നമ്മളത് നനച്ചു വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കൂടുതലുള്ളതായിട്ടുള്ള പോലെ തോന്നും. പക്ഷെ നമ്മളതൊരു 20 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിന് ശേഷമാണ് നമ്മൾ പുട്ടുണ്ടാക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് അളവിൽ അതായി കിട്ടും. പണ്ടതുപോലെ ഫസ്റ്റിൽ ഞാനും ഇതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഇതിൽ വെള്ളം കൂടുതലാണോ വിചാരിച്ചിട്ട് കുറച്ചുകൂടി പൊടിയൊക്കെ ഇട്ട് നോക്കി. പക്ഷേ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കറക്റ്റ് അതിൽ എഴുതിയിട്ടുള്ള ആ ഒരു സമയം വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പൊടി നമുക്ക് കറക്റ്റ് ആവും. സാധാരണ എല്ലാവർക്കും പുട്ടിൻ്റെ ഒപ്പം കടലക്കറിയാണല്ലോ കോമ്പിനേഷൻ. പക്ഷെ നമ്മുടെ വീട്ടിൽ പുട്ടിൻ്റെ ഒപ്പം മുതിരയാണ് ഇഷ്ടം. അപ്പോൾ മുതിരക്കറിയൊക്കെ ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്ത് നീ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി കറി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനത്തെ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 4 എണ്ണം കറക്റ്റാണ്. ഓരോരുത്തർക്ക് ഓരോ പുട്ട് വെച്ചിട്ട് മതി. ഇത് കുറച്ചും കൂടി ഒരു പണി കൂടുതലുള്ള പോലെയാണ്. മറ്റേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് ആണെങ്കിൽ നമുക്കൊരു 2 ട്രിപ്പ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ 4 പ്രാവശ്യം വെച്ച് ഉണ്ടാക്കണം. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു പുട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒരു പുട്ട് റെഡിയായി. ഇനി അടുത്ത സെറ്റിന് വേണ്ടിയിട്ട്, സെറ്റല്ല അടുത്ത ഒരൊറ്റ പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ആദ്യമിട്ടു. പിന്നെ പുട്ടുപൊടി കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ അടുത്ത പുട്ടും റെഡിയാക്കി. ഈ ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് അങ്ങനെ റെഡിയായി. ഒരു സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും കുറയ്ക്കാൻ നിന്നില്ല കേട്ടോ. നമുക്ക് മുതിരക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പപ്പടം വേറെ സൈഡിൽ കൂടെ വറുത്തു. ഫസ്റ്റ് പപ്പടം വറുക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ കറക്റ്റ് ആവാറില്ല. കാരണം അതിൽ എണ്ണ കറക്റ്റ് ചൂടായി വരുമ്പോഴേക്കും വറക്കണ കാരണമാണെന്ന് തോന്നുന്നു. അങ്ങനെ പപ്പടവും റെഡിയാക്കി. പിന്നെ പഴവും ഉണ്ടായിരുന്നു. പിന്നെ ചായ ആണെങ്കിലും പാൽ ചായയും ഉണ്ട്, കട്ടനും ഉണ്ട്. അങ്ങനെ ചായയും പുട്ടും പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു. പിന്നെ ഇന്ന് മോനെ കരാട്ട ക്ലാസ്സിന് പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഈ കരാട്ട ബെൽറ്റ് കെട്ടാന്ന് പറയുന്നത് ഇനി ഒരു അടുത്തൊരു ടാസ്ക്കാണ്. കാര്യം ഇത് പോകാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമൊക്കെ ആവാറായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില ദിവസം ഇതിങ്ങനെ കെട്ടാനായിട്ട് കെട്ടുന്നതിന് ഒരു ചെറിയൊരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് യൂട്യൂബ് നോക്കിയിട്ട് വേണം നമ്മളത് കെട്ടാനായിട്ട്. പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് അതിൻ്റെ ആവശ്യം വന്നില്ല. തന്നെ കെട്ടിയപ്പോൾ തന്നെ അത് കറക്റ്റായി വന്നു. ഇനി ഇന്നത്തെ ലഞ്ചിന് കുറച്ച് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീഫും തൈരും ഒരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ.